എൻ്റെ സഹോദരി സഹോദരന്മാരെ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ എനിക്ക് അഭിമാനമേ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യമായി ഞാൻ നിങ്ങളടുത്ത് ചില കാര്യങ്ങൾ സംസാരിക്കുന്നു. എൻ്റെ മാതാപിതാക്കളെ ഇവർ തെറി പറയുന്നുണ്ട്. എൻ്റെ മാതാവിനെ നിങ്ങൾക്ക് തെറി പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്തിനാണ്? ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ നിങ്ങൾ ആരുടെടുത്തും പറയുന്നില്ല. അവിടെയും ഇവിടെയും കുറേ ആൾക്കാർ എൻ്റെ പേരും പറഞ്ഞും കൊണ്ട് കൊലപാതകം നടത്തുന്നതിൽ ഇപ്പം എൻ്റെ തെറ്റാണോ? ചിന്തിച്ചു നോക്കൂ. ഒരു കാര്യം ഞാൻ പറയാം. പാർലമെൻറ്റിൽ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഒരു സഹോദരി ചായവാല എന്ന് എന്നെ അഭിസംബോധന ചെയ്യുന്നു. നിങ്ങൾക്കറിയാമോ, എൻ്റെ പിതാവ് ചായ വിറ്റിട്ടൊക്കെയാണ് ഞങ്ങളെ പോറ്റിയത്, അല്ലാതെ കഞ്ചാവ് വിറ്റിട്ടല്ല. ചായ കച്ചവടം ചെയ്താൽ ശരിയാണ് പറഞ്ഞത്. ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ നിങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളത് പറയാനുണ്ട്. ഞാൻ കേരളത്തിൽ വന്നു, എല്ലാ രാജ്യങ്ങളെ സന്ദർശിച്ചു. അതേപോലെ കേരളത്തിലും വന്നു, ഒരു കൊച്ചെന്നെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് പോയത്, എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അതേ ഞാൻ പറഞ്ഞിട്ട് പോയിട്ടുള്ളൂ. ഈ പൈസ എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ളതല്ല. ഒരു പരിധി വരെ എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കേരളത്തിൽ വന്നപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് സഹകരിച്ചു. അതിന് എനിക്ക് അഭിമാനമുണ്ട്. നിങ്ങളൊരു കാര്യം ഓർക്കണം, ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ നിങ്ങളാരടുത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് എൻ്റെ ആൾക്കാർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര തിരക്കാണ്. തെറ്റുകൾ നിങ്ങൾ ചിന്തിക്കുള്ളൂ. ഇന്ന് ഞാൻ കുറേ പേർക്ക്, പാവപ്പെട്ടവർക്കൊക്കെ മരുന്നുകൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. പല മെഡിക്കൽ സ്റ്റോർ വഴി സപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൽ എത്ര ആൾക്കാർ എനിക്ക് നന്ദി അയക്കുന്നുണ്ട്. വില കൂടിയ മരുന്നുകളെല്ലാം ചെറിയ വിലയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ വന്ന പിന്നെ ഇതൊക്കെ തുടങ്ങിയിട്ടുള്ളൂ, അല്ലാതെ ഇവിടെ വേറെ ആരും ഇത് ചെയ്തിട്ടില്ല. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇത് തുടങ്ങിയിട്ടുള്ളൂ. മറ്റുള്ള ആൾക്കാർ എത്ര പേര് ഇരുന്ന് ഭരിച്ചു, എന്നിട്ട് നിങ്ങൾക്ക് വല്ല അറിഞ്ഞോ? നിങ്ങൾ വല്ല ഇത് കണ്ടോ? അത് നിങ്ങൾ ചിന്തിക്കുക ആദ്യം. നല്ലത് ചെയ്യുന്നത് നല്ലതാക്കി ചെയ്യും. എനിക്ക് നിങ്ങൾക്ക് ഒരു വിരോധമില്ല. കാശ്മീരിൽ കുറേ പേരെ വെടിവെച്ചിട്ടു. അതിനു പകരം ഞാൻ പാകിസ്ഥാന് വേണ്ടിയിട്ട് 2 കീടി കയറി. എല്ലാവരും ഞാൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ കൈയടിക്കുന്ന ഒരു കാര്യം പറ, മനസ്സിലാക്ക്. ഞാൻ ആരെയും ഇതുവരെയ്ക്കും ഒരു തെറി പോലും പറഞ്ഞിട്ടില്ല. നിങ്ങളെന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത്? കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ എന്ന് ഞാൻ നോക്കാതെയാണ്, BJP നോക്കാതെയാണ് ഞാൻ എല്ലാവർക്കും ഒരുപോലെയാണ് ഗുളിക കൊടുക്കുന്നത്, മരുന്നുകൾ കൊടുക്കുന്നത്, എല്ലാം സേവിച്ചിട്ടുള്ളത്. ടോയ്ലറ്റ് സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു പരിമിതി വരെ ഞാനെല്ലാം നോക്കിയിട്ടുണ്ട്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ?
നിങ്ങൾ കഴിക്കുന്നത് പൊറോട്ട, ചപ്പാത്തി, ബീഫ്, മറ്റേത് മറിച്ചതൊക്കെ കഴിക്കുന്നു. എൻ്റെ ആഹാരം എന്തെന്നറിയോ? ഞാൻ കഴിക്കുന്നത് രാവിലെ 1.5 കിലോ തെറി, ഉച്ചയ്ക്ക് 2.5 കിലോ തെറി, വൈകുന്നേരം 3.5 കിലോ തെറി. ഇതാണ് നിങ്ങൾ എന്നെ തീറ്റിപ്പിക്കുന്നത്. എന്നിട്ട് ഞാൻ നിങ്ങളത്തൊരു പരാതി പറയുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞാൻ നിങ്ങളത്തൊരു പരാതി പറഞ്ഞിട്ടുണ്ടോ? പാർലമെൻറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു പെങ്കൊച്ച് ചായവാല 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 എന്ന് പറയുന്നുണ്ട്. എന്താ ചായവാലയ്ക്ക് ഒരു കുറ്റം? നിങ്ങളെ അത് മനസ്സിലാക്കി കേട്ടോ. നിങ്ങൾ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കൂ. പാർട്ടിക്കാരെന്ന് പറഞ്ഞിട്ട് പാർട്ടി മെയിൻ തലപ്പിൽ ഒരു പരിധി വരെ ഒന്നും ചെയ്യാൻ പറ്റൂല. മക്കളെ, നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പല പല രാജ്യങ്ങൾക്ക് വേണ്ടി കറങ്ങിയിട്ടുണ്ട്. ഇന്ത്യനെ മെച്ചപ്പെടുത്താൻ എല്ലാ സ്ഥലങ്ങളും ഞാൻ കറങ്ങിയിട്ടുണ്ട്. എന്തിനാണ്? നിങ്ങൾക്ക് വേണ്ടി. അത് നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളിനി വോട്ട് തന്നോ ഇല്ലയോ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ജയിച്ചിട്ടുണ്ടെങ്കിൽ പലവരും പറയും ഞാൻ കള്ള വോട്ട് നടത്തിയിട്ടാണ്. അങ്ങനെ നിങ്ങൾ പറയരുത്. എല്ലാവരും എൻ്റെ മാതാവിനെ തെറി പറയുന്നു. ഞാനത് കേട്ടും കൊണ്ട് രാത്രിയിരുന്ന് കരയുമായിരുന്നു. ഇതൊക്കെ നടന്നിട്ടും ഞാൻ നിങ്ങൾക്ക് ഇതൊരിക്കലും വല്ല പ്രതികരിച്ചോ? പാർലമെൻറ്റിലോ അവിടെയോ ഇവിടെയോ ഞാൻ വല്ല പ്രതികരിച്ചോ? അപ്പം നിങ്ങൾ എൻ്റെ മാതാവിനെയും പിതാവിനെയും വെട്ടുകളാ. എന്നെ തെറി പറഞ്ഞോ? നിങ്ങളെന്തിനാ എൻ്റെ മാതാപിതാക്കളെ തെറി പറയുന്നത്? പറയരുത്. ലോക സുഖിനാ ഭവന്തു. നിങ്ങൾ എന്നെ തെറി പറ. നല്ലത് പറയാ. നല്ലത് ചെയ്തവർ നല്ലത് പറയണം. ഞാൻ എപ്പോഴും നല്ലതേ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഇതിൽ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചു തരണം. അല്ലാതെ അവിടെ കിടന്നുകൊണ്ട് തെറി, ഇവിടെ കിടന്നുകൊണ്ട് തെറി. ഓപ്പോസിഷൻ പാർട്ടികളൊക്കെ ഭയങ്കര തെറിയാണ്. ഞാൻ ചെയ്ത കാര്യം, നല്ല കാര്യങ്ങൾ നിങ്ങൾ പറയുന്നില്ല. എൻ്റെ മാതാവിനെ നിങ്ങൾ തെറി പറയരുത് മേലാൽ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, BJP ഇതെല്ലാം കൊണ്ട് ഞാൻ അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടോ? കേരളത്തിൽ പ്രളയം വന്നു, ഞാൻ എല്ലാവരെയും വന്ന് കണ്ടില്ലേ? നിങ്ങളത് ചിന്തിക്കണം. ഞാൻ ഇനിയും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങൾ ഇനി എനിക്ക് വോട്ട് തന്നാൽ. നമസ്കാരം. വന്ദേ മാതരം.